നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ തരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് പത്രവും ഒന്ന് മൊബൈലും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. കാരണം പത്രം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മറ്റവർ മരിച്ചു, അല്ലെങ്കിൽ ഇവർ വെട്ടിക്കൊന്നു, പീഡനം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടെൻഷനാണ്. അതുപോലെ തന്നെ മൊബൈൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തുടങ്ങും, മറ്റേ എത്തിയില്ലേ, എന്താണ് മറ്റേത് എന്തായി എന്നൊക്കെ പറഞ്ഞ് ഫുൾ ടെൻഷൻ തരുന്നൊരു കാര്യമാണ്. എന്നാൽ ഈ രണ്ടും ഇല്ലാതെ നമുക്കിന്ന് ജീവിക്കാനും പറ്റില്ല. ഒരു മൊബൈൽ ലോകമായി മാറിയിരിക്കുകയാണ്. എന്തിനാ ഇപ്പോൾ മോളിൽ നിന്ന് ഭാര്യ താഴെ ഹസ്ബൻഡിനോട് അതേ ഒന്ന് വാതിൽ തുറക്കുന്നേ മറ്റവർ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത്രയേറെ മൊബൈലുകൾ വീട്ടിൽ. ഏറ്റവും വലിയ തമാശ, ഇന്ന് ലാൻഡ് ലൈൻ ആരും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എവിടെ ചെന്നാലും മൊബൈൽ നമ്പർ എഴുതി കൊടുക്കുക. അങ്ങനെയുള്ള ഒരു കുടുംബത്തിനെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ വേഗം പെട്ടോ. മോളെ, അച്ഛനൊരു ചായ വേണം. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഒരു ഗ്ലാസ് ചൂടുവെള്ളം ആയാലും കുഴപ്പമില്ല. അതിനകത്ത് ഇച്ചിരി തേയില, ഇച്ചിരി പഞ്ചാരി, ഇച്ചിരി പാലും. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ ഇച്ചിരി ഹോർലിക്സ്, ഇച്ചിരി ബൂസ്റ്റ് വിട്ടാലും കുഴപ്പമില്ല. പെട്ടെന്ന് വേണം കേട്ടോ. കൊണ്ടുവന്നോ? നീയാണോ? എന്താ ഈ രാവിലെ ഇവിടെ വന്നിട്ട് പൊറുകോർക്കണേന്ന്? ആര് പൊറുകോർത്തു? ഇവിടെ നിന്ന് പൊറുകോർക്കണ്ടല്ലോ. എന്താ ഈ ചായയുടെ കാര്യമൊക്കെ പറയാം? ഞാൻ നിന്റെ പെണ്ണുമ്പിള്ളോട് ഇച്ചിരി ചായ ചോദിച്ചതാ. ചായ ചോദിക്കണം. ഇവിടെ നിന്ന് പൊറുകോർത്താലേ അവർക്ക് കേൾക്കാൻ പറ്റത്തില്ല. അകത്ത് കയറി ചോദിക്കണം, അടുക്കളയിൽ ചെന്ന് ചായ ചോദിക്കും. ആര് പറഞ്ഞു കേൾക്കാൻ പറ്റത്തില്ലെന്ന്? അതിലല്ലേടാ ഞാൻ ഈ സൂന ആപ്ലിക്കേഷൻ ഫിറ്റ് ചെയ്തേക്കണേ. എടാ, ഇവിടുത്തെ ആദ്യത്തെ മൊബൈൽ സബ്സ്ക്രൈബർ. ആരാ കല്ല് വലിച്ചെറിയണേ? കല്ല് വലിച്ചെറിഞ്ഞാരാണ്? കല്ലല്ല, എൻ്റെ പല്ല. പല്ല്. അതെ, ഇന്ന് അച്ഛാ എൻ്റെ മോളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. എൻ്റെ കൊച്ചുമോളെ അപശകുനമായിട്ട് ഇവിടെ നിന്ന് ഈ കല്യാണോട് ഉടക്കി കളയരുത്. എൻ്റെ കൊച്ചുമോളെ കല്യാണത്തിന് ഞാനിവിടെ നിന്നില്ല, എങ്ങനെ ശരിയാവുന്നത്? ഈ വൈറസ് കയറിയ മൊബൈലിനെ കണ്ടാൽ ഈ കല്യാണോട് ഉടക്കും. ആ കാടാ വൈറസ് കയറിയത്. എന്തേ? നിന്റെ മോളെ ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടപ്പോൾ വൈറസ് കയറിയിട്ട് എത്ര പ്രാവശ്യം ഫോർമാറ്റ് ചെയ്യുന്ന ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അല്ലാണ്ട് എനിക്കല്ല വൈറസ്. അധികം വർത്താനം പറഞ്ഞാൽ ഞാൻ ആ സിങ്കാടങ്ങ് ഊരി കളയും. അടിച്ച് നിന്റെ ഇൻഫ്രാറെഡ് ചെയ്യാൻ തകർക്കും. കള്ള ബ്ലൂടൂത്തിന്റെ മോനെ. ഇനി മേലിൽ മക്കളോട് മര്യാദയ്ക്ക് പെരുമാറുമോ? പെരുമാറുമോ? എന്നാ ചെല്ല് ഒരു മൂലൊക്കെ പോയിരുന്നോളൂ. രാവിലെ ബാറ്ററി ചാർജ് ചെയ്തോണ്ട് ഇറങ്ങും. ബാറ്ററി ലൈഫ് തീർന്നതല്ലേന്ന് പറഞ്ഞാ ഞാൻ ക്ഷമിക്കുന്നത്. ഹലോ, എത്തിയോ? നേരെ പോര്. ഒരു ഇറക്കം ഇറങ്ങി വരുമ്പോ അത് തന്നെ ഒരു പച്ച അല്ല കറുത്ത കയറ്റ്. അങ്ങ് കയറിയാ മതി. കണ്ടില്ലേ? ഗേറ്റ് തുറന്നോ? തുറന്നിങ്ങ് പോര്. അകത്തേക്ക് വണ്ടി കയറ്റിക്കോ. കേറ്റി. ആ സൈഡിലൊരു കോളിംഗ് ബെല്ല് കാണാം. അതിലൊന്ന് അമർത്തിക്കോ. അമർത്തി, പക്ഷെ ശബ്ദം കേൾക്കുന്നില്ല. അല്ല, വെറുതെ ഒന്ന് അമർത്തിക്കോ. അതിനകത്ത് അടിക്കൂല, ബെല്ലടിക്കൂല, ബെല്ല് കേടാ. അത് ശരി. ഇനിയും കൂടെ പോര്, സൈഡിൽ കൂടെ പോര്. ഈ സൈഡിൽ കൂടെ ഇപ്പുറത്തൊരു വഴിയുണ്ട്, ഇതിലേക്ക് പോര്. നമുക്ക് ഈ സിറ്റ് ഔട്ടിലിരിക്കാം. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ? സുഖമായിരുന്നു. അല്ല, നമ്മളെന്തിനാ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് ഇത്ര അടുത്ത് നിന്നിട്ട്? എനിക്ക് ആവശ്യമില്ലാതെ മൊബൈൽ യൂസ് ചെയ്യുന്ന അത്ര ദേഷ്യം എനിക്ക്. അപ്പോ ഞാൻ ദലാൽസ്. അല്ല, അതറിയാലോ. ഇത് പയ്യൻസ്. ഇത് റിലയൻസ്. റിലയൻസ് എന്ന് പറഞ്ഞ മനസ്സിലായി. ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ദരിദ്രവാസി ഇയാളാ. മോനെ, തലയണ വല്ലതും വേണോ? വേണ്ട അല്ലേ? ഓക്കെ. യാത്രാക്ഷീണം കൊണ്ടാ. യാത്രാക്ഷീണം എനിക്ക് തോന്നി. അപ്പൊ ബൈ ദ വൈ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ല. കളക്ടർ ദിവാകരൻ നായർ. അല്ല, ഏത് ജില്ലയിലെ കളക്ടറാ? അങ്ങനെ ഇന്ന ജില്ല എന്നൊന്നുമില്ല. ഞാൻ ഏത് ജില്ലയെന്നും കളക്ട് ചെയ്യും. ആക്രിയുടെ പരിപാടിയാ. ആക്രി കച്ചവടം. കൊള്ളാം. ഒരു മിനിറ്റ്. ഹലോ. എത്തിയടി. അവരെല്ലാരും എത്തിയിട്ടുണ്ട്. ആരാ? വൈഫാ. പുറത്തു പോയിരിക്കാണോ? ഇല്ല, അടുക്കളയെന്നാ. ഓറഞ്ച് 5 5 15 ഒരു 6 ചായ എടുത്തോ. 6 ചായ അല്ല ഡാർലിങ്, 6 ചായ. ഇതേതാ സെറ്റ്? ഏതാ? നോക്കിയ വാങ്ങിച്ചേ? കമ്പനി നോക്കിയെന്നാ പറഞ്ഞേ. നോക്കിയ കമ്പനി. മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതില്ലെങ്കിൽ ഒരു വിലയില്ല. മറ്റേ കൃഷ്ണന്റെ പടം. അതല്ലേ മറ്റേ ഈ ബ്ലൂ ഈ സൂപ്പർ ഗ്ലൂ, ബ്ലൂ അല്ല ബ്ലൂ സ്ലിം. അത് തന്നെ. അതില്ലാത്ത സെറ്റപ്പ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ അല്ല, ഇതാരാ? ഇതെന്റെ മകനാ. കഴുത്തിങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് വല്ല കോച്ചുവാദം ഉണ്ടോ? വേറെ ഒന്നുമല്ലേ, ഞങ്ങൾ ഈ ഫാമിലി ആയിട്ട് മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു കുടുംബമാണല്ലോ.
അവൻ സ്ഥിരമായിട്ട് ഈ ബൈക്കിലാണ് യാത്ര. ഈ ബൈക്കിൽ ഈ മൊബൈലും വെച്ച് യാത്ര ചെയ്ത് ഇങ്ങനെ ആയിപ്പോയി. 2 മൊബൈൽ ഇല്ലാണ്ടിരുന്നത് ഭാഗ്യം. രണ്ട് മൊബൈലേ ഉപയോഗിക്കാണ്ടിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോയനെ കുഞ്ഞിക്കൂനെ പോലെ. ഇവര് പെണ്ണ് കാണാൻ വന്ന. ഓ ഇതാണോ ചെറുക്കൻ? അയ്യേ, ഹീസ് ദ ചെറുക്കൻ. ഹലോ ഹലോ, ഗ്ലാഡ് മീറ്റ് യു യങ് മാൻ. കുഴപ്പമില്ല, അത് ഈ വീട്ടിൽ വരുമ്പോ നമ്മൾ ഭക്ഷണം കൊടുത്ത് ശരിയാക്കൂല്ലേ. പിന്നെ എന്റെ മാൻ ബാക്സിംഗ് ചാമ്പ്യനാ. ഞാൻ ടൗൺ വരെ ഒന്ന് പോവാ. നമ്മുടെ 60 സെന്റ് സ്ഥലമില്ലേ, ആ സ്ഥലത്തിന്റെ ആധാരം തൽക്കാലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാ മോനെ? എന്റെ പൊന്ന് ഡാഡി 2 മാസത്തെ മൊബൈലിന്റെ ബില്ല് അടച്ചിട്ടില്ല, അത് അടക്കണം. പിന്നെ വേറൊരു കാര്യം, പൈസ ചിലപ്പെങ്കിൽ തികയാതെ വന്നാൽ ഞാനൊരു കോൾ ഡാഡിക്ക് ചെയ്യും. ഡാഡി ഈ വീടിന്റെ ആധാരമായിട്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ചിലപ്പോ തികയില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ, ചായ കുടിച്ചിട്ടേ പോവാവോ? ഓക്കെ ഓക്കെ ഓക്കെ, ടാറ്റാ. അവനാണ് സ്മാർട്ടാ. Excuse me sir, I am coming from Tata Mobile Revaram Kochi. ഇങ്ങോട്ട് പറയും. ഞാനാ വീട്ടുകാരൻ, ഇതൊക്കെ വരുത്തന്മാരാ. Good morning കാര്യം? I am coming from Tata Mobile Revaram Kochi. അത് ഞാൻ നേരത്തെ കേട്ടു. ബാക്കി എന്തെങ്കിലും ഉണ്ട്? ഒരു പുതിയ പ്ലാനിനെ കുറിച്ച് പറയാനുണ്ട്. അതായത് 500 രൂപ മുടക്കി കഴിഞ്ഞാൽ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഫ്രീ കൊടുക്കുന്ന ഒരു പുതിയ പ്ലാൻ ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങളെ ആരെങ്കിലും കൂടെ വിളിച്ചോ? അല്ല സാർ ഇപ്പൊ വിളിച്ചായിരുന്നല്ലോ. അതിന് ഞാൻ നിങ്ങളെ വിളിച്ചോ? ഞാൻ വിളിച്ചില്ല. വിളിച്ചോ? ടാറ്റ ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഇപ്പൊ പറഞ്ഞു. എന്റെ മോന് ടാറ്റ കൊടുത്തതാ. സോറി സാർ. ഇനി എടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ, താങ്ക് യു സാർ. കൊച്ചി ഈസ് എ മെട്രോപോളിസ് സിറ്റി, യു നോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാ, ഒന്നും പറയാൻ പറ്റത്തില്ല. എടി ചായ കൊണ്ടുവാ. അതെ മമ്മ, എന്താ മോനെ ബാത്റൂം വെള്ളം തീർന്നെങ്കിൽ വേലക്കാരി ജാനുവിനെ വിളിക്ക്. നമ്പർ ഇതേ നിനക്ക് അറിയില്ല. ജാനുവിന് നമ്പർ ഞാൻ പറഞ്ഞുതരാം. 9846035450. ഒരൊറ്റ നമ്പറും കാണാതറിയാത്ത മനുഷ്യനാ. ഇത് മാത്രം അങ്ങ് ഫീഡ് ചെയ്ത് വെക്കുകയാണല്ലോ ഇപ്പൊ. അത് ഞാൻ എന്തോ അറിയാതെ പഠിച്ചു പോയി. ഇടയ്ക്ക് കൂടുന്നുണ്ട്. വേറൊന്നും തോന്നരുത് കേട്ടോ. ഞാൻ താരാ വിത്തൗട്ട്. എടോ ആരാ വിത്തൗട്ട് എന്ന് അതൊക്കെ ചോദിച്ചു. നിങ്ങൾ അറിയുന്നേ? അതല്ല, പഞ്ചസാര വേണ്ടാത്തത് ആർക്കാന്ന് ചോദിച്ചത്. ഓ ഞങ്ങളൊക്കെ പഞ്ചാര വിത്തൗട്ട് എടുത്തിട്ടില്ല കേട്ടോ. കടിച്ചേട്ടാ മോനെ. മോനെ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 എണ്ണം ഇങ്ങനെ നിൽക്കുന്നോണ്ടേ. ആ ഞാൻ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഇതാണ് എൻ്റെ ആകെയുള്ള മിസ് കോൾ. മിസ് കോൾ? അതായത് അവള് മിസ് കോളേ അടിക്കാറുള്ളൂ. അതെന്താ നിങ്ങൾ ചാർജ് ചെയ്ത് കൊടുക്കാറില്ലേ? ആകെ ഒരു പെണ്ണുമ്പിള്ളയല്ലേ ഉള്ളൂ, ഇടയ്ക്കൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കണോ? എടോ അത് പിന്നെ ഞാൻ ചാർജ് ചെയ്ത് കൊടുക്കാറില്ല. അത് പിന്നെ ഇവരാവശ്യമില്ലാതെ ഏഷണിയും കുശുമ്പും പറഞ്ഞ് പൈസ തീർക്കും. ചാർജ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വേണ്ട. അതെങ്ങോട്ട് നോക്കിയാൽ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ രാഘവൻ നായർ മരിച്ചുപോയി കേട്ടോ. ഇല്ലിക്കല രാഘവൻ ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്നെ വിളിക്കാൻ അങ്ങോട്ടൊന്നും പൈസ ഇല്ല ഇതിനകത്ത്. അല്ല അതിനവിടെ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ. മൊത്തം ഡെഡ് ആണെന്നേ. ഒന്ന് വിളിച്ചു പറയൂ, ഒരു മരണകാര്യല്ലേ. ഇതാരെ മക്കളെ അറിയിക്കാനാ? മക്കളെ അറിയിക്കാൻ നമ്പർ എത്രയാ? 934977 934977 0977 0977. പെട്ടെന്ന് ഞങ്ങൾ മറന്നുപോയി കേട്ടോ. കാളിദാസൻ മരിച്ചു, കണ്വമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. എടീ അവിടെ കൂട്ടാത്മഹത്യാന്നാ തോന്നുന്നേ. ആ ശകുന്തളാന്ന് പേരുള്ള പെണ്ണൊഴികെ ബാക്കി ഒക്കെ ചത്തു. അവളെങ്കിലും ജീവിച്ചിരുന്നല്ല. ഈ സമയത്ത് നമ്മൾ ഇത് അറിയിക്കുന്ന ശരിയല്ല. വേണ്ട. അപ്പോ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇനി സഞ്ചയനം കഴിഞ്ഞാലേ കല്യാണം നടക്കൂ. എടോ ഞങ്ങളുമായിട്ടൊരു ബന്ധമുള്ള കേസല്ല, അത് വേറെ കുടുംബാ. താനിവിടെ ഇരിക്കും. അത് ശരി. ചായ കുടി. എനിക്ക് ചായ കുടിക്കുമ്പോൾ ഭയങ്കര റിയാക്ഷനാ. ഇയാളെന്താ പിന്നെ കയറി വരുന്നത്? Again a glorified good morning sir. I am coming from Hutch Mobile Subramania Buildings, Kathakada. അല്ല എന്താണ് സംഭവം? ഒരു പുതിയ പ്ലാൻ ഉണ്ട് സർ. ഞങ്ങളുടെ മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാർ എവിടെ പോയാലും ഒരു പട്ടിയെ പോലെ ഞങ്ങളുടെ മൊബൈൽ പുറകെ വരും സർ. ഇയാളെയൊക്കെ പട്ടിയെ വിട്ട് കടുപ്പിക്കുകയുണ്ട്.
എടോ തന്നെ ആരാടോ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല സാർ, ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് 2 തവണ പറഞ്ഞു. ഹച്ച് 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 എന്ന്. ഞാൻ തുമ്മിയതാണത്. സോറി ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സാർ. ഒരാവശ്യമില്ല, ഞാൻ ഇവിടെ തന്നെ കാണും സാർ. ഇനി മേലെ വന്ന താങ്ക് യു. തുമ്മാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാന്ന് പറഞ്ഞ. ഹലോ, ചായ നന്നായിരുന്നു കേട്ടോ. ഹലോ, എന്താ? അല്ല, കണക്ഷൻ ഏതാന്ന് ചോദിക്കായിരുന്നു. കണക്ഷൻ ഏതാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതെന്റെ കണക്ഷനാ. അവിടെ കയറി കണക്ട് ചെയ്യാൻ നിൽക്കണ്ട. Get out of your house. താങ്ക് യു. അപ്പോ സമയം കളയാതെ മോളെ എങ്കിൽ വിളിക്കായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. ശരി, ഞാൻ മോളെ വിളിക്കാം. മോളെ, കമാൻ. എത്ര നാളെ ഞാൻ കണ്ടിട്ട്. കൂടുതലാ. ജോബ് പ്ലീസ് ഹോൾഡ് ഓൺ. ഹലോ, 1 മിനിറ്റ് കേട്ടോ. അല്ല, നീ എന്താ കഴിഞ്ഞ ആഴ്ച പാർട്ടിക്ക് വരാന്ന് പറഞ്ഞിട്ട് വരാത്തത്? ആ പാർട്ടി അല്ല, യു ആർ എ ചീറ്റ്. നിനക്കല്ലേ ഈയിടയ്ക്കായിട്ട് കുറച്ച് സ്മാർട്ട്നെസ് കൂടുതലാ. നോട്ടി ബോയ്. അതെ അതെ, ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച ഞാൻ ബീച്ചിൽ റോക്കി ആയിട്ട് വന്നപ്പോ നീ അവിടെ ഡെയ്സി ആയിട്ട് വന്നിരിക്കുന്നു. തീർന്നോ? ഇല്ല പപ്പ, just wait. I'm busy അല്ലേ? പപ്പ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? Sorry to darling. What are this mother doing? Take a seat. Sorry to 1 minute. Continue da. ഇത് ചെറിയൊരു കേസാ. ഒരു പുതിയ കണക്ഷന്റെ കേസ്. ഇത് ഡാഡി ഒപ്പിച്ചോണ്ട് വന്നതാ. കണ്ടിട്ട് റേഞ്ച് ഇച്ചിരി കുറവാന്ന് തോന്നുന്നു. പക്ഷേ അത് മാത്രമല്ല, ഫ്രണ്ടിൽ 2 ടവർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്. കുഴപ്പം എന്തായാലും സ്മാർട്ട് കൈയാട്ടോ. അറിയാ, അത് 1 വീക്ക് യൂസ് ചെയ്തല്ലോ അറിയൂ. എനിവേ, ഐ ലൈക്ക് ഓൺലി പ്രീപെയ്ഡ് കണക്ഷൻ. ബൈ ഡാ. ഓക്കേ ഡാ, ഞാൻ വിളിക്കാടാ. ബൈ. സോറി ഡിയർ. എന്തായാലും എനിക്ക് അയാളെ ഇഷ്ടമായി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സ്പീക്കിംഗ് ഫ്രാങ്ക്ലിനല്ല, സതീശൻ. ഓക്കെ മിസ്റ്റർ സതീശൻ. ആക്ച്വലി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രീപെയ്ഡ് കണക്ഷൻ ആണോ പോസ്റ്റ്പെയ്ഡ് കണക്ഷൻ ആണോ? അല്ല, ആ പറഞ്ഞത് അല്ല, മനസ്സിലായി. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അവള് ഈ മൊബൈലിന്റെ യുഗത്തിലാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നത് ഈ പെർമനന്റ് ആയിട്ടുള്ള കണക്ഷൻ ആണോ അതോ താൽക്കാലികമായിട്ടുള്ള ഒരു കണക്ഷൻ ആണോ എന്ന്. അത് ശരി. അത് കുഴപ്പമില്ല മോളെ, ഞാൻ സംസാരിച്ചോളാം. മോള് പോയിക്കോ. ഓക്കെ, ശാലായിക്കോ. ആക്രി വിലക്ക് വിൽക്കേണ്ട വരുമെന്ന്. ഹലോ, എടുത്തായിരുന്നു, കട്ടായി പോയി. എന്താ കാര്യം? ഡ്രൈവറാണ് സാർ. എന്തിനാ അടിച്ചത്? എന്തിനാ അടിച്ചെന്നാ? ഞാൻ മിസ് കോൾ അടിക്കോളൂ തന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞതല്ലോ. താൻ കയറി എന്തിനാണ് ഫോൺ എടുത്തത്? താൻ കാരണം ഇപ്പൊ എന്റെ 1 രൂപ പോയില്ലടോ. 1.5 വർഷമായിട്ട് ഈ 1 രൂപ ബാലൻസ് കൊണ്ട് സുഖമായിട്ട് മിസ് കോൾ അടിച്ച് കഴിഞ്ഞിരുന്നാ ഞാൻ. ഒരു കിണ്ണല്ല. പോട്ടെ മാഷെ. എങ്ങോട്ട് പോട്ടെ? റീചാർജ് ചെയ്തിടോ. പോട്ടെ, 1.5 രൂപയുടെ കേസല്ലേ. താൻ എന്തിനാ എടുക്കാൻ പോയത്? എന്തിനാ മണ്ടത്തരം കാണിച്ച്? അത് ഞാൻ പെട്ടെന്ന് എടുത്തുപോയി. എന്തിനാ അങ്ങനെ ചെയ്ത്? ഇപ്പൊ എന്തിനാ അടിച്ചത്? ഇത് ഓണത്തിന്റെ ഓഫറാ. താൻ വേറെ കാർ വിളിച്ചു പോടോ. എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നടത്താട്ടോ. എന്താ? കാരണം വിഷു വരുന്നുണ്ട്. ഇനി ഇതുപോലെ ഓഫർ വന്നോണ്ടിരിക്കും. അവൻ ഡ്രൈവറല്ല കേട്ടോ, വേറെ വീട്ടുകാരനാ. എന്തൊരു തഴമ്പാ. ഇനിയിപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതല്ല, ഞങ്ങൾ ഇനി എങ്ങനെ പോകും? നിങ്ങൾ തിരിച്ചു പോണല്ലേ? നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നല്ലൊരു ഐഡിയ ഉണ്ടെന്ന്. എന്താ ഐഡിയ? വെരി വെരി ഗുഡ് മോർണിംഗ് സർ. ഞാൻ ഐഡിയ. താൻ എന്തിനാണോ എന്റെ വീട്ടിൽ വരുന്ന ആളുകളെ തള്ളു? എനിക്കറിയാം എന്റെ വീട്ടിൽ വരുന്നവരെ എങ്ങനെ സ്വീകരിക്കണമെന്ന്. കൈമാറ്റിക്കാൻ മോനെ. ഇനി മേലെ എന്റെ വീട്ടിൽ കയറിയ പട്ടി അടിച്ചതിന്റെ ഓർക്കുട്ടിയാ തകർക്കും. ഒന്നും ഒരു വസ്തു സംസാരിക്കാൻ പറ്റില്ലല്ലോ വീട്ടില്. ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ ജീവിക്കാൻ അയക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മാറാ. അപ്പൊ നമുക്ക് സ്ത്രീധനത്തെ കുറിച്ച് സംസാരിക്കാം. ഡൗറി. ശരി, അപ്പൊ നിങ്ങൾ സ്ത്രീധനം എന്താ പ്രതീക്ഷിക്കുന്നേ? അത് ഞങ്ങൾ പറയാം. അവര് പറയും. 3,49,399 രൂപ 99 പൈസ. ഇതെന്താ ബാറ്റാഷുവിന്റെ ബില്ലൊന്നുമല്ല, ഇതിവൻ വിളിച്ച ഫോണിന്റെ ബില്ല. സ്ത്രീധനക്കാശ് കിട്ടിയ മുഴുവൻ തുകയും തന്നോളാമെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്ന്. അപ്പൊ നിങ്ങൾ ഇവന്റെ ബന്ധുക്കളാ? ഞങ്ങള് മൊബൈൽ കമ്പനി തോന്നാ ഇവന്റെ കാശ് പിടിക്കാൻ. അപ്പൊ ഈ പയ്യൻ തന്നെയാണോ ഈ 3,90,90 രൂപയ്ക്ക് വിളിച്ചു കൂട്ടിയത്? അത് അവനോട് തന്നെ ചോദിക്ക്. അല്ല, ഇതിന് മാത്രം വിളിക്കാനുള്ള കൈക്കരുത്തൊക്കെ ഉണ്ടോടാ നിനക്ക്? നീ ഇതെങ്ങനെ വിളിച്ചു കൂട്ടി മോനെ? പറയണ. നീ തന്നെയാണോ ഇത് വിളിച്ചതെന്ന്? എന്താ മിണ്ടാത്തത്?
മതി 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 മതി. ഇത് 3 ലക്ഷത്തിൽ അവസാനിച്ചത് ഭാഗ്യം. ശരിക്കും ഇത് 30 ലക്ഷത്തിന്റെ മുതലാടോ.